ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് വേറൊരു ആൾക്കാർ പറഞ്ഞോ കേട്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ഇന്നലെ കിട്ടി. ബാംഗ്ലൂർ സെൻറ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോമിനിയ എന്നൊരു ഷോ. അപ്പം ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു റിസർച്ചോ നടത്താണ്ട് ബുക്ക് ചെയ്ത് കിട്ടിയൊരു ടിക്കറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇത് ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് കുറേ പേർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് നോക്കി നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം ഇന്നലെ അവിടെ ചെന്നപ്പോൾ തന്നെ ആണെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതിനെ ശരിവെക്കുന്ന രീതിയിലൊരു ക്രൗഡായിരുന്നു കാണാൻ പറ്റിയത്. അപ്പോൾ ആദ്യം ഇവർ ഒരു ഷോ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബുക്കിംഗ് ഫുൾ ആയപ്പോഴത്തേന് ഇവർ രണ്ടാമത് വേറൊരു ഷോ ഇങ്ങനെ ആഡ് ചെയ്തു. അതായത് 7 o'clock ഷോ ആയിരുന്നു ഫസ്റ്റ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് 2 PM വേറൊരു ഷോ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ ഒരു ഡിമാൻഡും അതിൻ്റെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു രീതിയും. അപ്പം ഇൻസോമിനിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മെൻ്റലിസ്റ്റ് ആദ്യം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ പറയുവാണെങ്കിൽ അബ്സല്യൂട്ട്ലി തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു മെൻ്റലിസം മൈൻഡ് റീഡിങ് ഷോ ആണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെയിമും ഇല്ലാണ്ട് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഓഡിയൻസിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് പുള്ളി ഇൻട്രാക്ട് ചെയ്ത് നടത്തുന്ന ഒരു ലൈവ് ഷോ. അപ്പം നമുക്കറിയാം ഒരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കാണ്ടോ അല്ലെങ്കിൽ വാച്ചിൽ നോക്കാണ്ടോ സമയത്തിനായി നോക്കാണ്ടോ നമുക്ക് ഒരു പ്രോഗ്രാം മൊത്തത്തിൽ കണ്ടു തീർക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടപടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാൾക്ക് എനിക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഏത് കാര്യമാണെങ്കിൽ പോലും. പക്ഷേ ഇന്നലെ ഒരു അത്ഭുതം നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിന് കയറുമ്പോൾ തന്നെ അവർ നമ്മളൊരു ബ്ലാക്ക് കവർ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ കവറിലേക്ക് നമ്മുടെ ഫോണും വാച്ചും എല്ലാം കൂടെ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് വേറൊരു ലോകത്താണ്. പുള്ളി ക്രിയേറ്റ് ചെയ്ത ലോകത്താണ് നമ്മളിരിക്കുന്നത്. പുള്ളി പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആ വാച്ച് നോക്കാൻ അല്ലെങ്കിൽ ഫോണിൽ നോക്കാനായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് മറന്നു പോകുന്നു. അപ്പം അങ്ങനെ ഒരു 2 to 3 hours പോയതുപോലും അറിയില്ല. പുള്ളി ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ ടോട്ടലി വർത്ത് ഇറ്റ്. അപ്പം എത്ര ആൾക്കാർ ഇതിന് പോയിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എത്ര ആൾക്കാർ ഇനി പോകാനുണ്ട് എന്നുള്ളതും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ പോകാനുള്ളവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് നിങ്ങൾ മുടക്കുന്ന ഒരു പൈസ നിങ്ങൾ ചിലപ്പോൾ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഇന്നലെ ഞാൻ പോയ ടിക്കറ്റ് ആണെങ്കിൽ പോലും ഒരു 2000 rupees അറൗണ്ട് കൊടുത്തിട്ടാണ് ഒരു ടിക്കറ്റ് കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു ഹയർ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 5000 to 7000 റേഞ്ചിൽ ക്യാപ്പ് ചെയ്യുന്നതാണ് പുള്ളിയുടെ തൊട്ടടുത്ത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റേജിലേക്കുള്ള ഇൻട്രാക്ഷനും അതിനുള്ള ചാൻസസ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. ബാക്കിലേക്ക് പോകുന്നതോറും അതിനുള്ളൊരു ചാൻസസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിയുടെ കൂടെ ഇൻട്രാക്ട് ചെയ്തൊരു ഷോ ആണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു ഹയർ ക്ലാസ് ടിക്കറ്റ് തന്നെ നോക്കുക. അപ്പം ബാംഗ്ലൂർ ഇത്തവണ ഷോ മിസ്സായവർക്ക് പുള്ളിയുടെ ഇന്നലത്തെ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് ഒക്ടോബറിൽ അവരുടെ ടീം വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ചാൻസ് കൂടി പുള്ളിയുടെ ആ ഒരു മാസ്റ്റർ പീസ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഷോയുടെ ഒരു ക്രൂവിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫീൽ ഗുഡ് സംവിധായകനായ അല്ലു അർജുൻ്റെ മലയാള ശബ്ദമായ ജിസ്റ്റോയാണ് ഈ ഒരു ഷോ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഡയറക്ഷൻ മികവും ആദിയുടെ ഒരു ഹോസ്റ്റിംഗ് മികവും കൂടെ ആകുമ്പോഴത്തേന് ഇത് രണ്ടും കൂടെ ഈക്വൽ ആയിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു കൂടിച്ചേരലാണ് നമ്മളവിടെ വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പം ഒരു 3 മണിക്കൂർ ഈസി ആയിട്ട് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഇൻവോൾവ് ആയിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഇരുന്ന് പോകും. നമ്മളെ ഇമോഷണലി മെൻ്റലി നമ്മുടെ കൂടെ തന്നെ ആ ഇരുന്നൊരു 1200 ഓഡിയൻസിനെ ഒരേ സമയത്ത് ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വോക്കിംഗ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി ഷോ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ പറയുന്നൊരു 1 time മസ്റ്റ് വാച്ച് ആണ് എല്ലാവരുടെയും ഒരു ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ഒരു ഷോയെ പറ്റി നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണുക, അഭിപ്രായം പറയുക. ഇത് ഒരു എന്താ പറയുക ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്നു. താങ്ക് യു.